Hello everybody and welcome to yet another video from Exclusive Reviews. ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത് കേടായ റിമോട്ടുകൾ എങ്ങനെ ശരിയാക്കാമെന്നുള്ളതാണ്. അത് ടിവിയുടേതാവട്ടെ, ടേപ്പ് റെക്കോർഡറിൻ്റെ ആവട്ടെ, CD പ്ലെയർ ആവട്ടെ, എന്തിൻ്റെ ആവട്ടെ റിമോട്ടുകൾ കേടായി കഴിഞ്ഞാൽ എങ്ങനെ ശരിയാക്കാമെന്നുള്ളതാണ്. ഇതൊരു ടിവിയുടെ റിമോട്ടാണ്. ക്യാമറയിൽ വെച്ച് ഞെക്കി നോക്കിക്കഴിഞ്ഞാൽ വർക്കാവാത്ത ബട്ടൺ ഏതെന്ന് കാണാൻ പറ്റും. ഇൻഫ്രാറെഡ് LED ക്യാമറ വഴി കാണാൻ പറ്റും. നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും ക്യാമറ വഴി കാണാൻ പറ്റും. ഈ റിമോട്ടിൻ്റെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ ബാക്കി എല്ലാ ബട്ടൺസും വർക്കാവും. ഇതിനകത്ത് വർക്കാവാത്ത ബട്ടൺ ആകെ ഉള്ളത് പവർ ബട്ടൺ മാത്രമാണ്. നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ കാണാൻ കഴിയും. നോക്കൂ, ബാക്കി ബട്ടണുകൾ ഞെക്കുമ്പോൾ ഇൻഫ്രാറെഡ് LED വർക്കാവുന്നുണ്ട്, ഗ്ലോ ചെയ്യുന്നത് നമുക്ക് കാണാം. കണ്ടോ, പിങ്ക് കളറിൽ കത്തുന്നത്. പക്ഷേ പവർ ബട്ടൺ ഞെക്കുമ്പോൾ ബൾബ് കത്തുന്നില്ല. അതായത് റിമോട്ട് TV ഓണാക്കാനോ ഓഫാക്കാനോ ഈ റിമോട്ട് കൊണ്ട് കഴിയില്ല. ഇതാണ് റിമോട്ടിൻ്റെ കംപ്ലൈൻറ്റ്. ഇതിനി എങ്ങനെ ശരിയാക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം എന്തായാലും ഈ റിമോട്ട് ഓപ്പൺ ചെയ്തേ പറ്റത്തുള്ളൂ. ഏത് റിമോട്ടായാലും ക്ലിപ്പ് ലോക്സ് വഴിയായിരിക്കും ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ചിലപ്പോൾ സ്ക്രൂസും ഉണ്ടാവാം. ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഓപ്പൺ ചെയ്യാൻ നോക്കുക. സ്ക്രൂസ് ഉണ്ടെങ്കിൽ സ്ക്രൂസ് റിമൂവ് ചെയ്യുക. ഇപ്പോൾ ഉള്ള മിക്ക റിമോട്ട്സിലും സ്ക്രൂസ് കാണാറില്ല, ലോക്സ് മാത്രമായിരിക്കും. പ്രൈയിങ് ടൂളോ നൈഫോ എന്തെങ്കിലും കൊണ്ട് സ്ലൈഡ് ചെയ്ത് പ്രൈ ചെയ്ത് കഴിഞ്ഞാൽ റിമോട്ട്സ് ഓപ്പൺ ചെയ്യാൻ കഴിയും. ഈ റിമോട്ട് ഓപ്പൺ ചെയ്യാൻ കുറച്ച് പാടായിരുന്നു. ലോക്സ് എല്ലാം നല്ല ഹാർഡായിരുന്നു. അതുകൊണ്ടാണ്. മിതാഷി എന്ന് പറഞ്ഞൊരു ടിവിയുടെ റിമോട്ടാണിത്. ഇതിനകത്ത് പവർ ബട്ടൺ വർക്കാകുന്നില്ല. പ്രൈ ചെയ്ത് ഓപ്പൺ ചെയ്യാം. റിമോട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു. ഫസ്റ്റ് ലുക്കിൽ എനിക്ക് കാണാൻ കഴിഞ്ഞതെന്ന് വെച്ചാൽ പവർ ബട്ടൻ്റെ ട്രേസുകൾ വളരെ ഡേർട്ടിയാണ്. ആദ്യം നോക്കി ട്രേസുകൾ ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ കൊണ്ടൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം, വർക്കാവുമോ ഇല്ലയോ എന്ന്. കണ്ടോ, പവർ ബട്ടൻ്റെ ട്രേസ് വളരെ ഡേർട്ടിയാണ്. ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ വെച്ച് ഒരു ടിഷ്യൂ പേപ്പറിലെടുത്ത് ഇത് ക്ലീൻ ചെയ്ത് നമുക്കൊന്ന് വർക്കാവുമോ എന്ന് നോക്കാം. സോഫ്റ്റ് ആയിട്ട് ആൽക്കഹോൾ കൊണ്ട് ബോർഡൊന്ന് റബ് ചെയ്ത് ക്ലീൻ ചെയ്യുക. നല്ലവണ്ണം ക്ലീൻ ചെയ്തിട്ട് അതിനകത്തുള്ള അഴുക്കുകളെല്ലാം എടുത്ത് കളയുക. വെള്ളം കൊണ്ട് ഇത് ചെയ്യരുത്, ബോർഡ് കേടാകും. ആൽക്കഹോൾ ആകുമ്പോൾ ഇവോപ്പറേറ്റ് ആയി പോകും. ബോർഡിനകത്തുള്ള അഴുക്കുകൾ കണ്ടല്ലോ, നല്ലവണ്ണം ക്ലീൻ ചെയ്യുക. റബ് ചെയ്ത് ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു പുതിയ ടിഷ്യൂ കൊണ്ട് നല്ലോണം വൈപ്പ് ചെയ്ത് ഡ്രൈ ആക്കുക. ഇനി റിമോട്ട് വർക്കാവുമെന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. റിമോട്ട് ഫുള്ള് ക്ലോസ് ചെയ്യരുത്. ഇതിൻ്റെ ടോപ്പ് കവർ ഇട്ടിട്ട് ബാറ്ററി ഇട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബൾബ് പവർ ബട്ടൺ ഞെക്കുമ്പോൾ ഗ്ലോ ആവുന്നുണ്ടോ എന്ന്. പ്രോബ്ലം ഫിക്സ് ആയിട്ടില്ല. ബോർഡ് ഡേർട്ടി ആയത് മാത്രമല്ല പ്രശ്നം. നമുക്ക് ആ പാഡിങ്സ് മാത്രം ഊരി റിമോട്ടിൻ്റെ ബോർഡിൻ്റെ പുറത്ത് വെച്ചൊന്ന് വർക്കാവുമെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി അതെ, പവർ ബട്ടൻ്റെ പാഡിങ്ങിൻ്റെ കംപ്ലൈൻ്റ് ആണ് റിമോട്ട് വർക്കാവാത്തത്. ഇതിൻ്റെ അടിയിലുള്ള കാർബൺ ഫീറ്റ് തേഞ്ഞ് തീർന്നത് കാരണമാണ് റിമോട്ട്സ് വർക്കാവാത്തത്. നമുക്ക് കാർബൺ ഫീറ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. ആൽക്കഹോൾ കൊണ്ടൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. ഇനി വർക്കാവുമോ എന്ന് നോക്കാം. ജസ്റ്റ് ഒന്ന് വർക്കായി, വീണ്ടും പഴയത് കണക്ക് തന്നെയാണ്. അതായത് ആ ഫീറ്റ് ഫുള്ളി ഡാമേജ്ഡ് ആണ്. നമുക്കൊന്ന് സ്ക്രാച്ച് ചെയ്ത് ഇനി ഒന്ന് ക്ലീൻ ചെയ്യാൻ ശ്രമിച്ച് നോക്കാം. നൈഫ് കൊണ്ടങ്ങനെ ഒന്ന് സ്ക്രാച്ച് ചെയ്ത് നോക്കാം. എന്നിട്ടും വർക്കായില്ല എന്നുണ്ടെങ്കിൽ ഒരു വഴിയുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. റിമോട്ടിൻ്റെ ബോർഡിനോ റിമോട്ടിൻ്റെ ട്രേസിനോ ഒരു കംപ്ലൈൻറ്റും ഇല്ല. അതുകൊണ്ടാണ് വേറൊരു ബട്ടൻ്റെ പാഡ് വെച്ച് ഞെക്കി നോക്കുമ്പോൾ റിമോട്ട് വർക്കാവുന്നത്. സ്ക്രാച്ച് ചെയ്ത് നോക്കിയിട്ടൊന്ന് ഇട്ട് നോക്കാം. ഒരു ഉപയോഗവുമില്ല. പാഡ് ഫുള്ളി ഡാമേജ്ഡ് ആണ്. നമുക്കിനി ആ പാഡ്
റീപ്ലേസ് ചെയ്യാൻ നോക്കാം. സ്റ്റാൻഡേർഡ് രീതിയിൽ ഇങ്ങനെ റിപ്പയർ ആരും ചെയ്യില്ല. പാഡ് റീപ്ലേസ് ചെയ്യുക എന്നുള്ളത് ഒരു പ്രൊസീജിയറായിട്ടെങ്ങുമില്ല. ഒരു നൈഫ് കൊണ്ട് മെല്ലെ പാഡിൻ്റെ സൈഡ്സ് ഡാമേജ് ആകാതെ ബ്ലാക്ക് കളർ ഡോട്ട് മാത്രം കട്ട് ചെയ്ത് മാറ്റാം. ഫ്ലഷ് വിത്ത് സർഫസായി കട്ട് ചെയ്ത് മാറ്റണം. ഇല്ലാന്നുണ്ടെങ്കിൽ ബട്ടൺ പ്രസ് ആവില്ല. ഓൾഡ് പാഡിനെ കട്ട് ചെയ്ത് മാറ്റാം. സർഫസിനെ സ്മൂത്തായിട്ട് ഷേവ് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റുക. ആ ബ്ലേഡ് ഏതാണെന്ന് ചോദിച്ചാൽ അത് സർജിക്കൽ ബ്ലേഡാണ്. ഹോസ്പിറ്റൽസിൽ യൂസ് ചെയ്യുന്ന സർജിക്കൽ ബ്ലേഡ്. കട്ട് ചെയ്ത് ഷേവിങ്സ് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഏതെങ്കിലും പഴയ ഒരു റിമോട്ടിൻ്റെ പാഡ് എടുക്കുക. പഴയ ഒരു റിമോട്ടിൻ്റെ ബട്ടൺ എടുത്ത് അതിൽ നിന്ന് വർക്കാവുന്ന ഒരു പാഡ് കട്ട് ചെയ്ത് നമുക്കെടുക്കാം. എളുപ്പത്തിനായി ബട്ടൺ മുഴുവൻ വെട്ടിയെടുത്തിട്ട് അതിൽ നിന്ന് പാഡ് കെയർഫുള്ളായിട്ട് കട്ട് ചെയ്ത് എടുക്കുക. പാഡ് ഡാമേജ് ആവാതെ നോക്കുക. പാഡ് ഡാമേജ് ആയിക്കഴിഞ്ഞാൽ വർക്കാവില്ല. മറ്റതിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയത് കണക്ക് ഇതിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കെയർഫുള്ളായിരിക്കുക. കയ്യിൽ തട്ടിയാൽ കൈമുറിയും. സോ പ്രിക്കോഷൻ. പാഡ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു ഡ്രോപ്പ് സൂപ്പർ ഗ്ലൂവോ എന്തെങ്കിലും ഗ്ലൂ ആ പാഡിൽ ഒഴിക്കുക. ജസ്റ്റ് 1 ഡ്രോപ്പ് അതിനകത്ത് ഇടുക. ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഗ്ലൂ ഫ്ലെക്സി ക്വിക്ക് എന്ന് പറഞ്ഞ ഗ്ലൂ ആണ്. ഗ്ലൂവിൻ്റെ കവർ കിളവിപ്പോയി, എന്നാലും ഗ്ലൂ ഫ്ലെക്സി ക്വിക്ക് തന്നെയാണ്. 2 ഡ്രോപ്പ് ഗ്ലൂ അല്ലെങ്കിൽ 1 ഡ്രോപ്പ് ഗ്ലൂ പാഡിലേക്ക് തേക്കുക. ഞാൻ നൈഫിൻ്റെ തുമ്പിൽ ഗ്ലൂ എടുത്തിട്ടാണ് പാഡിൽ അപ്ലൈ ചെയ്തത്. പാഡിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ട്വീസേഴ്സ് കൊണ്ട് ആ പാഡിനെ സെൻറ്ററിൽ ഒട്ടിക്കുക. ഇങ്ങനെയാണ് റിമോട്ടിൻ്റെ കാർബൺ പാഡ് റീപ്ലേസ് ചെയ്യുന്നത്. ഈ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും റിമോട്ട് 100% ഗ്യാരണ്ടി. ട്രേസിനോ ബോർഡിനോ ഡാമേജ് ഇല്ല എന്നുണ്ടെങ്കിൽ വർക്കായിരിക്കും. ഇനി നമുക്ക് ഇത് ഡ്രൈ ആയതിനു ശേഷം ബോർഡിൽ വെച്ച് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഡ്രൈ ആകാതെ ഗ്ലൂ ഉള്ള പാഡ് എടുത്ത് ബോർഡിലിടരുത്. ബോർഡ് കേടാവും. കണ്ടോ, ബട്ടൺ വർക്കാകുന്നു. ഇത്രയും നേരം വർക്കാവാതിരുന്ന പവർ ബട്ടൺ ഇപ്പോൾ വർക്കാവുന്നുണ്ട്. ബട്ടൺ വർക്കാവുന്നെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം റിമോട്ട് ക്ലോസ് ചെയ്യുക. റിമോട്ട് കംപ്ലീറ്റ്ലി ഫിക്സ്ഡ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ റിമോട്ട് റീപ്ലേസ് ചെയ്യേണ്ടി വരും. ബോർഡിനോ ട്രേസിനോ ഒരു കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ 90% റിമോട്ടുകളും നമുക്കിങ്ങനെ ശരിയാക്കാവുന്നതാണ്. Thank you for watching this video. Please consider like, share and subscribe my videos and press the bell icon for future updates. Thank you for watching.